ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ 4 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് സ്വന്തം കോളേജുകളിൽ തന്നെ ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ട് കാലിക്കറ്റ് സർവകലാശാല. ഇന്റേൺഷിപ്പിനായി കെൽട്രോൺ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് വൻതുക ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സർവകലാശാലയുടെ ഇടപെടൽ. എന്നാൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന അതിന്റെ യഥാർത്ഥ ലക്ഷ്യം തകർക്കുമെന്ന് അധ്യാപക സംഘടനയായ KPCTA ആരോപിച്ചു. സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ആ വിദ്യാർത്ഥികളുടെ കഴുത്തറപ്പൻ ഫീസാണ് വാങ്ങുന്നത്. എന്നിട്ട് ഈ കഴുത്തറപ്പൻ ഫീസ് വാങ്ങുന്ന സ്ഥാപനത്തിൽ പോയി ചെയ്യണമെങ്കിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ പോയിട്ട് ചെയ്യേണ്ട സാഹചര്യമാണ് റിമോട്ട് ഏരിയയിലുള്ള പല വിദ്യാർത്ഥികൾക്കുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി താമസിച്ച് അവർ പറയുന്ന പോലെ അടിമപ്പണി എടുക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് സംവിധാനം ഒരുക്കുകയും 12,000 രൂപയുടെ മുകളിലുള്ള ഫീസ് വിദ്യാർത്ഥികളോട് വാങ്ങുകയും ചെയ്യുമ്പോൾ സർക്കാർ കാഴ്ചക്കാരനായി നോക്കി നിൽക്കുന്ന ഒരു സംവിധാനം. വിദ്യാർത്ഥി സംഘടനകളെല്ലാം ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ ഈ അധ്യാപക സംഘടന പറയുന്ന കാര്യം ഒരു ശരിയാണ്. ഇന്റേൺഷിപ്പ് ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നടത്തിയാൽ അതെന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഫലം ലഭിക്കില്ല എന്നുള്ളതാണ്. പുറത്ത് നിന്ന് ഇന്റേൺഷിപ്പ് എടുക്കുകയും അവരുടെ ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ, അവർ എത്രത്തോളം നന്നായി പെർഫോം ചെയ്തു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളതാണല്ലോ. പക്ഷേ കെൽട്രോൺ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ പണച്ചെലവുള്ള ഒരു കാര്യമായി മാറുകയാണോ ഇപ്പോൾ ഇന്റേൺഷിപ്പ്, സിനോജ്? തീർച്ചയായിട്ടും സ്മൃതി, അതായത് 4 വർഷ ഡിഗ്രി കോഴ്സിൽ 60 മണിക്കൂറാണ് നിർബന്ധിത ഇന്റേൺഷിപ്പ് ഉള്ളത്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ നിർബന്ധിത ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക പോർട്ടൽ തുടങ്ങി കമ്പനികളുടെ താല്പര്യപത്രമൊക്കെ തന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷേ പല കമ്പനികളും സർക്കാർ നിയന്ത്രണത്തിലുള്ള കെൽട്രോൺ ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ നിന്ന് 60 മണിക്കൂർ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി വലിയ തുകയാണ് ചോദിച്ചത്. അതായത് 5,000 രൂപ മുതൽ 15,000 രൂപ വരെയൊക്കെ തന്നെയാണ് ഈ 60 മണിക്കൂറിന് വേണ്ടി ചോദിച്ചത്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ഡിഗ്രി വിദ്യാർത്ഥികളുണ്ട്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഈ എയ്ഡഡ് കോളേജിലൊക്കെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർക്ക് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത വിദ്യാർത്ഥികളായിരിക്കും. അവർക്ക് ദൂര സ്ഥലങ്ങളിൽ പോയി താമസിച്ച് ഇത്തരത്തിൽ പണം കൊടുത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, വളാഞ്ചേരി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പാലക്കാട് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെ വിമർശനം ഉയർന്ന ഘട്ടത്തിലാണ് കാലിക്കറ്റ് സർവകലാശാല അത്തരത്തിൽ പഠിക്കുന്ന കോളേജിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്താൽ മതിയെന്ന ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഇന്റേൺഷിപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഇല്ലാതാവുന്ന തരത്തിലാണ് ആ ഉത്തരവ് എന്ന് പറയുന്നത്. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് അനുഗ്രഹമാണ്. പക്ഷേ ആ ഇന്റേൺഷിപ്പിന്റെ ഒരു ഗുണം ആ വിദ്യാർത്ഥികൾക്ക് ലഭിക്കില്ല, പ്രവൃത്തി പരിചയം ലഭിക്കില്ല. കാരണം 10 വർഷം പ്രവൃത്തി പരിചയമുള്ള കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത്. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്കും അതിന്റെ പ്രവൃത്തി പരിചയം കിട്ടുകയും ചെയ്യും. പക്ഷേ മറ്റ് യൂണിവേഴ്സിറ്റികളൊന്നും തന്നെ ഒരു തീരുമാനം ഇതുവരെ ആ വിഷയത്തിൽ എടുത്തിട്ടില്ല. അവധിക്കാലം കഴിയാൻ വേണ്ടി പോവുകയാണ്. ആ ഘട്ടത്തിലാണ് KPCTA ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ട് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനവും സൗജന്യമായി ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കി നൽകണമെന്നാണ് ആവശ്യം. സുഹൃത്തി, ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.